ഞാൻ ഇറാൻ ഡിപ്ലോമാറ്റ്സുമായിട്ട് ഒരുപാട് ജോലി ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ അവരുടെ എല്ലാം യഥാർത്ഥത്തിൽ സീക്രട്ടായുള്ള ആഗ്രഹം അവർക്ക് ഇന്ത്യയെ പോലെ ആകണം എന്നുള്ളതാണ്. ഇന്ത്യയെ പോലെ ആകണമെങ്കിൽ അവർ അമേരിക്കയായിട്ട് ചർച്ച ചെയ്തെടുത്ത് ഒരു പുതിയ കരാറിൽ ഏർപ്പെട്ടാൽ മാത്രമേ അത് സാധിക്കുകയുള്ളൂ. ഇല്ലെങ്കിൽ അത് അമേരിക്കയും നഷ്ടമാകും, ലോകത്തിന് വലിയ നഷ്ടമാകും. അതുകൊണ്ട് ഇതൊരു ഫൈനൽ വാർണിംഗ് എന്ന് മാത്രമേ നമുക്ക് കണക്കാക്കാൻ പറ്റുള്ളൂ. ഇപ്പോൾ റഷ്യയും ചൈനയും ഒന്നും ഇടപെടാൻ സാധ്യതയില്ല. അപ്പോൾ ഇതൊരു ന്യൂക്ലിയർ വാർ ആകുമെന്നോ അല്ലെങ്കിൽ ഒരു വേൾഡ് വാർ ആകുമെന്നോ ഒന്നും എനിക്ക് തോന്നുന്നില്ല. അത് ചർച്ചയിലേക്ക് തന്നെ ഇറാനും അമേരിക്കയും തിരിച്ചു പോവുകയായിരിക്കും യഥാർത്ഥത്തിൽ സംഭവിക്കാൻ പോകുന്നത്. അത് അമേരിക്ക ചെയ്തത് തെറ്റാണെന്ന് എല്ലാവരും സമ്മതിക്കുന്നുണ്ട്. പക്ഷേ അവരാദ്യം ചെയ്ത് നോക്കിയത് ഇസ്രായേൽ വഴി ചെറിയ ആക്രമണങ്ങൾ കൊണ്ട് നിലനിർത്താൻ പറ്റുമോ എന്നുള്ളതാണ്. അതില്ല എന്ന് മനസ്സിലായി കഴിഞ്ഞപ്പോൾ അവർ കുറച്ചുകൂടെ ശക്തമായിട്ട് ആക്രമിച്ചു. അതിലവർക്ക് എന്ത് നേടിയെന്ന് നമുക്കിപ്പോഴും അറിയില്ല. കാരണം ഫറോദിൽ എന്ന് പറയുന്ന ആ സ്ഥലത്തുള്ള ഈ ന്യൂക്ലിയർ സ്റ്റേഷനിലൊക്കെ എന്തായിരുന്നു ഉണ്ടെന്ന് നമുക്കറിയില്ല. അവിടെ എങ്ങനെ എത്തിയെന്നുള്ളതും അറിയില്ല. ഇത്ര 18,000 പൗണ്ടുള്ള ബോംബ് ഉപയോഗിക്കണമെന്നൊക്കെ അതങ്ങനെ പെട്ടെന്ന് ഇത്ര സാധിച്ചു അതൊന്നും നമുക്കറിയില്ല. അപ്പോൾ ഇറാനിപ്പോൾ പ്രിറ്റൻഡ് ചെയ്യുന്ന അവർക്ക് വലിയ നഷ്ടമൊന്നും ഉണ്ടായിട്ടില്ല. എന്നാലും അവർ തിരിച്ചടിക്കും. ആ തിരിച്ചടി ഇസ്രായേലിനോടായിരിക്കുമെന്ന് വന്നിട്ടുള്ളൂ.